ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ടൈം ആൻഡ് വർക്കിൻ്റെ കണ്ടിന്യൂഷനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബേസിക്സ് എല്ലാവരും നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലായിരുന്നു. അപ്പോൾ ഇനി പ്രാക്ടീസ് സെഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ബുക്കും പെന്നും ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ട് സ്പീഡിൽ തന്നെ ചെയ്യാൻ നോക്കണേ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിപ്പോവാം. എങ്കിലും നോക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. A and B can together complete a task in 18 hours. After 6 hours, A leaves. B takes 36 hours to finish the rest of the task. How many hours would A have taken to do the task if he worked alone? അപ്പോൾ നമ്മളിത് LCM മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നോക്കിക്കേ, എയും ഉണ്ട് ബിയും ഉണ്ട്. ആദ്യം A പ്ലസ് ബി. തൽക്കാലം ഞാൻ ഒരു വർക്കിനെ ഒരു നമ്പറായിട്ട് റെപ്രസെൻ്റ് ചെയ്യണമല്ലോ. എയും ബിയും കൂടെ 18 മണിക്കൂർ കൊണ്ട് ചെയ്യും. ബി റിമൈനിങ് ചെയ്യാനായിട്ട് 36 hours എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതായത് രണ്ടിനെയും കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, അതായത് 36 തന്നെ, ഏറ്റവും ചെറിയ നമ്പർ 36ൻ്റെ ടോട്ടൽ വർക്കായിട്ട് ഞാൻ തൽക്കാലം റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, 18 ചെയ്യാമെങ്കിൽ ഞാൻ തൽക്കാലം 36 എടുക്കുകയാണ്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി വർക്ക് ബൈ ഡേയ്സ്, അവേഴ്സ്, ടൈം, വർക്ക് ബൈ ടൈം ചെയ്യുമ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി. അപ്പം ബി റിമൈനിങ് വർക്ക് ചെയ്യാനെടുത്ത എഫിഷ്യൻസിയാണ് 1 എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആഫ്റ്റർ 6 hours എ ലീവ്സ്, അതായത് 6 മണിക്കൂർ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പം 2 ഗുണം എത്ര, 6 മണിക്കൂർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ 2 ഗുണം 6 എത്ര, 12 വർക്ക് ഇവർ ഒരുമിച്ച് ചെയ്തു. അപ്പം ഹൗ മെനി അവേഴ്സ് വുഡ്, ഓക്കെ, അപ്പം 2 എഫിഷ്യൻസി ഇൻറ്റു ടൈം ടേക്കൺ ടുഗദർ എത്ര, 6 അവേഴ്സാണ് ഇവർ ഇങ്ങനെ വർക്ക് ചെയ്തത്. അപ്പോൾ 6 ഗുണം 2 12, 36 നിന്ന് പോയിട്ട് റിമൈനിങ് എത്ര, 24 വർക്ക്. ഇനിയും ചെയ്യാനുള്ള വർക്ക് 24 യൂണിറ്റ് ഓഫ് വർക്കാണ്. ആൻഡ് റെസ്റ്റ് ഓഫ് ദ വർക്ക് ഫിനിഷ്ഡ് ബൈ ബി ഇൻ 36 മണിക്കൂർ. അതായത് 24 യൂണിറ്റ് വർക്ക് ബി 36 മണിക്കൂർ കൊണ്ട് ചെയ്തു. ഹൗ മെനി ഹവേഴ്സ് വുഡ് എ ഹാവ് ടേക്കൺ എലോൺ ടു ഡു ദ ടാസ്ക് ഇഫ് ഹി വർക്ക്ഡ്. അപ്പോൾ 24 യൂണിറ്റിന് വർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബി മാത്രമായിട്ട് ചെയ്തു. അപ്പം ബീൻ്റെ എഫിഷ്യൻസി കിട്ടുമല്ലോ. 36 മണിക്കൂർ കൊണ്ട് 24 യൂണിറ്റ് വർക്ക് ചെയ്തു. അപ്പം ഒരു മണിക്കൂർ കൊണ്ട് എത്ര ചെയ്യും ബീസ് എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുന്നത്, ഇത് എഫിഷ്യൻസി ഓഫ് ബി അല്ലേ, റിമൈനിങ് ചെയ്യാനെടുത്ത ബിയുടെ എഫിഷ്യൻസിയാണ്. 24/36 എത്ര വരും, 2/3. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി 2 അപ്പം എയുടെ മാത്രം എത്ര കിട്ടും, എയും ബീൻ്റെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസിന്ന് ബീൻ്റെത് മൈനസ് ചെയ്യണം. അതായത് എൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി മൈനസ്, ഇനി ആരാ കളയണ്ട, ബീനെ കളയണം. അപ്പം ബീൻ്റെത് 2/3, അതായത് 4/3 വരും. ഇനിയും എൻ്റെ ടൈം കാണാനായിട്ട് ടൈം ടേക്കൺ ബൈ എ എന്ന് പറയുന്നത് വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് എ. അപ്പം വർക്ക് എത്ര, 36 ബൈ എഫിഷ്യൻസി എയുടെ 4/3, അത് മണ്ടയിൽ വരും. അതായത് 9 ഗുണം 3 27 വിൽ ബി യുവർ ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇത് 18 എടുത്തും ചെയ്യാം, 20 വേറെ രീതിയിലും ചെയ്യാൻ പറ്റും LCM. കാരണം ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ മെൻഡ് ചെയ്താൽ മതി. തൽക്കാലം ഞാൻ 36 എടുത്ത് എളുപ്പത്തിന് ചെയ്തതേ ഉള്ളൂ. ഒരു പോയിന്റ് നോട്ട് ചെയ്യണം, ഞാനിവിടെ 36 മൊത്തം വർക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ, ഈ വർക്കിനെ ഇതൊക്കെ ടൈമാണ്, ഇതാണ് എഫിഷ്യൻസി. ഓക്കെ, അപ്പം വർക്ക് ബൈ ടൈം ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഇവിടെ ആരൊക്കെ ഉണ്ട് മണ്ടയിൽ, എയും ബിൻ്റെ കമ്പൈൻഡ് എഫിഷ്യൻസി. ഇവിടെ വർക്ക് ബൈ റിമൈനിങ് ടൈമാണ്. അപ്പോൾ എന്താ കിട്ടുന്നത്, ഇത് ആക്ച്വലി 1 എന്ന് പറയുന്നത് ബിൻ്റെ എഫിഷ്യൻസി അല്ല, ജസ്റ്റ് അത് ആവശ്യമില്ല അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 18 എടുത്തിട്ടും ചെയ്യാമെന്ന്. ഇതെന്ന് പറയുന്നത് എന്താണ്, റിമൈനിങ് വർക്ക് ചെയ്യാൻ അയാൾക്ക് കൊടുക്കേണ്ടി വന്ന എഫിഷ്യൻസി, അതിനവിടെ പ്രസക്തി ഇല്ല. നമുക്ക് തൽക്കാലം ഈ 24, നമ്മൾ ഈ ചെയ്ത വഴിക്ക് 24 കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നമ്മൾ 36 എടുത്തതേ ഉള്ളൂ. ക്ലിയർ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ. എ is thrice as productive as C. Together they can complete a job in 22.5 days. If B joins them after they have worked for 15 days, then how many days can they finish the rest of the job if B alone can do it in 15 days? ഓക്കെ, അപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട് സിയും ഉണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നത് എന്താ, 22 ദിവസം കൊണ്ട് 2 പേർക്കും ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം എ എത്ര ആണോ, എ ഇപ്പോൾ സിയുടെ എഫിഷ്യൻസി 1, ബി അതിൻ്റെ ത്രൈസ് എഫിഷ്യൻ്റ് ആണ്, 3 ഇരട്ടി കഴിവുണ്ട്. ആൻഡ് ഇവർക്ക് 2 പേർക്കും കൂടെ വർക്ക് എത്ര ചെയ്യാൻ പറ്റും,
22.5 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി 3+1 4 ഇൻറ്റു 2 പേരും കൂടെ ഒരുമിച്ച് എടുക്കുന്ന സമയം 22.5 എന്ന് പറഞ്ഞാൽ 45/2 എത്ര 90 ആണ് ടോട്ടൽ വർക്കായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇഫ് ബി ജോയിൻസ് ദം ആഫ്റ്റർ ദേ ഹാവ് വർക്ക്ഡ് ഫോർ 15 days. അപ്പോൾ 15 ദിവസം ഇവരിങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ 3 1 4. അപ്പോൾ രണ്ടുപേരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര 4. ഈ 4 ഒരു ടൈമിൽ അറ്റ് എ ടൈം 4 യൂണിറ്റ്സ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്യും? ഒരു ദിവസം 4 യൂണിറ്റ് എങ്കിൽ 15 ദിവസം ഉണ്ട്. അപ്പം കംപ്ലീറ്റഡ് വർക്ക് എന്ന് പറയുന്നത് 15 × 4 60 യൂണിറ്റ് വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു 90-ന്ന്. ഇനി റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്ര 90 - 60 30 യൂണിറ്റ് വർക്കാണ്. ഇത് ക്യാൻ ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദ ജോബ്. ഓക്കെ 30 യൂണിറ്റ് വർക്കുണ്ട്. ഇനി ബിക്ക് റെസ്റ്റ് ഓഫ് ദ ജോബ് ഓക്കെ ബിക്ക് 15 ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് 90 വർക്കാണ് ടോട്ടൽ. അപ്പോൾ 90 ബീൻ്റെ എഫിഷ്യൻസി എത്ര വരും? 90 യൂണിറ്റ് 15 ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ എത്ര വരും? 6 യൂണിറ്റ് വരും. അപ്പം ബീൻ്റെ എഫിഷ്യൻസി 6 ആണ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ഓക്കെ റെസ്റ്റ് ഓഫ് ദ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. 15 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ബി ജോയിൻ ചെയ്തു. ഓക്കെ ഓൾറെഡി ഇനി 30 വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പം 6 3 + 1 ഇനിയിപ്പോൾ ആരൊക്കെ കൂടെ ചേർന്നാണ് ജോലി ചെയ്യുന്നത്? എയും ബിയും സിയും ഒരുമിച്ചിരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പം എത്ര വർക്ക് അവർക്ക് തീർക്കണം? 30 വർക്ക് തീർക്കണം. അപ്പോൾ റിമൈനിങ് ടൈം എന്ന് പറയുന്നത് റിമൈനിങ് വർക്ക് ബൈ അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി. കാരണം 3 പേരും കൂടി ഒരുമിച്ചായിരിക്കും ഈ 30 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. 3 + 6 9 1 10 എത്ര 3 ദിവസം. അപ്പോൾ ഓപ്ഷൻ ബി വിൽ ബി യുവർ ആൻസർ. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. എ ഈസ് ത്രൈസ് ആസ് ഗുഡ് എ വർക്ക്മാൻ ആസ് ബി. ഓക്കെ അതിൻ്റെ അർത്ഥം എന്താ? ബിൻ്റെ എഫിഷ്യൻസി എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി കഴിവുള്ള വ്യക്തിയായിരിക്കും എ. സി alone takes 48 days to paint a house. All 3 A, B and C working together take 16 days to paint the house. It will take how many days for B alone to paint the house? അപ്പോൾ ഓക്കെ ആദ്യം ഞാൻ എ ബി സി 3 പേരും കൂടെ ക്ലബ് ചെയ്തു. ഇവരുടെ യൂണിറ്റ് ഉണ്ടല്ലോ, ഇവരൊരു ഗ്രൂപ്പാണ്. ഇവരുടെ ഗ്രൂപ്പിന് എത്ര ദിവസം കൊണ്ട് പണി ചെയ്ത് തീർക്കാൻ പറ്റും? ഇത് ടൈമാണ് 16 ദിവസം കൊണ്ട് പറ്റും. ഇനിയും ആരാ സിക്ക് മാത്രം 48 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. ഞാൻ ടോട്ടൽ വർക്കിനെ ഇതിൻ്റെ LCM ആയിട്ട് എടുത്തു. 48 യൂണിറ്റ് ആയിട്ട് LCM ആയിട്ട് ഇവരുടെ വർക്കിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവരുടെ ഓരോരുത്തരുടെയും എഫിഷ്യൻസി ഈ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം 3 കിട്ടും. സിൻ്റെത് എത്ര? 1 കിട്ടും. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എ പ്ലസ് ബി അതായത് ഇനി നോക്കിയേ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി 3, സിൻ്റെത് 1. ഇനിയും എ എത്ര ആണോ അതായത് ബി എത്ര ആണോ ഇപ്പം ബിൻ്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എൻ്റെ എത്ര വരും? എൻ്റെത് ഇതിൻ്റെ 3 ഇരട്ടി അതായത് 3 വരും. അപ്പോൾ എ പ്ലസ് ബി എത്ര വരണം? എ പ്ലസ് ബി 4 വരണം. അതായത് കൂട്ടുമ്പോൾ 4 യൂണിറ്റ് അതിന് പ്രപ്പോർഷണൽ ആയിട്ട് പോകണം. അതിനർത്ഥം ബി 2 ആണെങ്കിൽ ബി 2 ഇപ്പം നോക്കിയേ എ പ്ലസ് എന്ത് ചെയ്യേ ബി 2 ആണെങ്കിൽ 2ൻ്റെ 3 ഇരട്ടി 6 ആയിരിക്കും എൻ്റെത് വരുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി 3 ആണ്. അതായത് ഇതിനേക്കാൾ കുറയുമോ? ഒരാളും കൂടെ വരുമ്പോൾ കുറയുമോ? കാരണം ഇയാൾ പണിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തോ വരും? 6 ഇത് 2. അപ്പോൾ എൻ്റെയും ബിൻ്റെയും 4. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയാൻ നേരം നോക്കിക്കേ എ പ്ലസ് ബി പ്ലസ് സി എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 എ പ്ലസ് ബി 4 ആണ് പ്ലസ് 2 6 ആയില്ലേ? കണ്ടോ കമ്പൈൻഡ് 6 ആയില്ലേ? അപ്പോൾ അത് സാറ്റിസ്ഫൈ നമുക്ക് ടാലി ആയി. അപ്പം നമുക്കിനി കണ്ടുപിടിക്കാം എന്താ ഇനി വേണ്ടേ? ബിക്ക് മാത്രം എത്ര എടുക്കുമെന്നാണ് ചോദ്യം. ഒരു കാര്യം കൊണ്ട് ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ എൻ്റയർ സാധനത്തെയും 2 കൊണ്ട് ഗുണിക്കണം. വർക്ക് 96 ആകും. ഇനി നോക്കിക്കേ എത്ര? 96. ഓക്കെ അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് 96 ആയി. കാരണം എല്ലാത്തിനും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എഫിഷ്യൻസി ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ ഡേയ്സ് ടേക്കൺ ബൈ ബി അലോൺ എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് ബി. അതായത് 96 ബൈ
ബിൻ്റെ എഫിഷ്യൻസി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 96 ഡേയ്സ് വരും. കാരണം ബിൻ്റെ 1 എൻ്റെ 3 എടുക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇവിടെ മൊത്തം 2 കൊണ്ട് ഗുണിച്ചത്. അതുകൊണ്ട് എൻ്റെ 2 കിട്ടി, ബിൻ്റെ 3, ബിൻ്റെ 1, എൻ്റെ 3 കിട്ടി. ഓക്കെ അല്ലേ? എഫിഷ്യൻസിയുടെ റേഷ്യോ 3:1 കിട്ടിയാൽ മതി. ഓക്കെ അല്ലേ? എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സസ് ആയിരിക്കും. അതിനുശേഷം ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ബേസിക് സർക്കിൾസ്. അതായത് ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോരോ ഗ്രൂപ്പ്സ് ആക്കി നിങ്ങളെ ഇരുത്തും. എന്നിട്ട് അവിടെ നിങ്ങൾക്കൊരു വർക്കൗട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. മെയിൻസ് ലെവൽ അപ്രോച്ച് ആയിരിക്കും. മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അവിടെ ഡ്യൂറേഷൻ കൂടിയൊരു പ്രോഗ്രാം ആയിരിക്കും. സോ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആയിരിക്കും എക്സ്ട്രീം സർക്കിൾ ഉള്ളത്. മിനിമം ഒരു 2 മന്തിനുള്ളിൽ തന്നെ ബേസിക് സർക്കിൾ തീർന്നിട്ട് 2 മന്തിനുള്ളിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏതാണ് മെൻറ്റർ സപ്പോർട്ട് കാണും. ഒപ്പം നിങ്ങളുടെ വർക്കൗട്ട് സെഷൻ കമ്പൈൻഡ് ആയിട്ട് പോവുകയും ചെയ്യും. അതിനുശേഷം വരുന്നതാണ് സൂപ്പർ ബാച്ച്. അപ്പോൾ ഏതെങ്കിലും എക്സാമിന് വരുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ഫോക്കസ് ആയിട്ടുള്ളൊരു ബാച്ച് ആയിരിക്കും സൂപ്പർ ബാച്ച്. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, റിപ്പ് എന്ന് പറയും. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനിയും നെക്സ്റ്റ് എക്സാം വരാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ലെവൽ ഡൗൺ ആയി പോകാതിരിക്കാൻ നിങ്ങൾ ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും. ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ PO എക്സാംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഇൻ്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്ത് അതിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്സും കൂടെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ, അതായത് ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ഓഫ്ലൈൻ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. മറിച്ച് വർക്കിംഗ് പ്രൊഫഷണലൈസുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ ഓൺലൈനിലും കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4. A can paint a house in 25 days and B can do it in 10 days. എയും ബിയും ഉണ്ട്. B 10. A along with C they did the job in 6.25 days. അപ്പോൾ 6.25 എന്ന് പറയുവാണ് എത്ര? 25/4 ആണ്. അപ്പോൾ 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്യാൻ നേരം 25/4 ദിവസം എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് തൽക്കാലം 50 എടുത്തു. ഇതിൻ്റെ LCM 50 എടുത്തു. അപ്പോൾ 50 എടുക്കാൻ നേരം എന്നാ വരും? 25 വേണ്ട. ഓക്കെ, ഇതിൻ്റെ എത്ര LCM? അപ്പോൾ ഇവരുടെ ടൈമാണിത്. ഇവരുടെ എഫിഷ്യൻസി 2, 5, 8. ഇനി എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് C alone can do the job? എൻ്റെയും ബിൻ്റെയും കൂടെ സിൻ്റെ കമ്പൈൻഡ് എഫിഷ്യൻസി 8 ആണ്. അതായത് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി 8. എൻ്റെയും ബിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി 7. 2 + 5 7. പിന്നെ റിമൈനിങ് സിയുടെ എത്ര ആയിരിക്കും? ഇത് രണ്ട് സെയിം അല്ലേ? 8 - 7 1 ആയിരിക്കും സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ സിൻ്റെ ടൈം എന്ന് പറയുന്നത് വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് സി, ടൈം ടേക്കൺ ബൈ സി ഈക്വൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് സി. അതായത് 50/1 എത്ര വരും? 50 വരും. സോ ഓപ്ഷൻ എ വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യന് വലിയ പാടില്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞത് പ്രാക്ടീസ് സെഷനാണ്, കുറച്ച് സ്പീഡിലായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് അത്യാവശ്യം ബേസിക് സെറ്റായ ആൾക്കാർ മാത്രമേ ഇത് വീഡിയോ കാണാവുള്ളൂ, ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് മാത്സ് ഇത്രയും പെട്ടെന്ന് അക്യുറേറ്റ് ആയിട്ടും സ്പീഡായിട്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് സെഷൻ മാക്സിമം ലൈവിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് A can do a piece of work in 10 days and B can do it in 12 days. They work together for 3 days. If B leaves and A alone continues 2 days after. 3 പേരുടെ കേസാണ് പറയുന്നത്. അപ്പോൾ A, B, C. A 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും, ഇത് ടൈമിൻ്റെത്. B 12 ദിവസം കൊണ്ട് ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എങ്കിലും വർക്കിനെ ഞാൻ 60 അങ്ങ് എടുത്തു. 10ൻ്റെയും 12ൻ്റെയും LCM, അതായത് 10നെയും 12നെയും കൊണ്ട് ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മിനിമം മൾട്ടിപ്പിൾ, രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 60 ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് വരും? 6, 5. ഇനിയും 2 പേരും കൂടെ 3 ദിവസം ഇങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ 6 × 6 കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? 11. 11 × 3 എത്ര? കാരണം വർക്ക് കിട്ടണ്ടേ. കമ്പൈൻഡ് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ദേ വർക്ക് ടുഗദർ ലൈക്ക് ദിസ്. അപ്പം 3 × 11 33 യൂണിറ്റ് വർക്ക് അവർ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി. അപ്പം റിമൈനിങ് വർക്ക് എത്ര? 60 -
33 27 യൂണിറ്റ് വർക്ക് ഉണ്ട്. ഇനി എന്താ, ദെൻ ബി പോയി ആൻഡ് എ എലോൺ കണ്ടിന്യൂസ് 2 days ആഫ്റ്റർ, അതായത് ഇനി 2 ദിവസവും കൂടെ ആര് എ വർക്ക് ചെയ്യും. അപ്പം എത്ര, എ ഒരു ദിവസം 6 യൂണിറ്റ് വർക്ക് തീർക്കുമെങ്കിൽ 2 ദിവസം കൊണ്ട് 12 യൂണിറ്റ് വർക്ക് തീർക്കും. അപ്പോൾ എത്ര ആയി, ഇതിൽ നിന്ന് -12 പോകുമ്പോൾ ഇനിയും 15 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അനദർ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 days. അപ്പോൾ ഈ 15 യൂണിറ്റ് ആണ് ഇനി ലാസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് 2 ദിവസം കൊണ്ട് ആരൊക്കെ കൂടെ ചേർന്ന് ചെയ്തു, സി ആൻഡ് എ. ബി ഓൾറെഡി പോയി. എയും സിയും കൂടെ ചേർന്നിട്ടാണ് ഈ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി, എൻ്റെയും സിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അവർ ചെയ്ത വർക്ക് ബൈ അവരെടുത്ത സമയം. 2 ദിവസമല്ലേ, അതായത് 7.5. എൻ്റെ എഫിഷ്യൻസി എത്ര, 6. അപ്പോൾ സിൻ്റെ എഫിഷ്യൻസിയോ എന്ന് പറയുന്നത് 2 പേരുടെയും എഫിഷ്യൻസിയിൽ നിന്നും എൻ്റെ എഫിഷ്യൻസി കുറയ്ക്കണം. അതായത് 7.5 - 6 എത്ര, 1.5 വരും. ഞാൻ ചോദിച്ചേക്കുന്നത് ഹൗ മെനി ഡേയ്സ് ക്യാൻ സി ഡു ഇറ്റ് ഇഫ് ദ വർക്ക്സ്. അപ്പോൾ സി ഒറ്റയ്ക്ക് ചെയ്യാണ് എത്ര സമയം എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര, 60. അപ്പോൾ ടൈം ടേക്കൺ ബൈ സി ടു ഡു ദ ഹോൾ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ബൈ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് സി, അതായത് 1.5. എത്ര വരും, 4. 3/2 20 × 2 40. അപ്പം 40 days ആണ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ, എ വിമൻ ആൻഡ് എ ബോയ് ടുഗദർ ക്യാൻ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. അപ്പം മാന്, വിമന്, ബോയ് ഇവരുടെ ഒരു ഗ്രൂപ്പിനെ ഞാൻ ഒന്നായിട്ട് എടുത്തു. അവർ 6 days കൊണ്ട് വർക്ക് ചെയ്യും. ഇഫ് ദേ വർക്ക് ടുഗദർ. ഇഫ് എ മാൻ ആൻഡ് എ വിമൻ, ഇതിൽ നിന്നും മാന്, വിമന്, ഒരു മനുഷ്യൻ മാത്രം എത്ര സമയമെടുക്കും, 10 ദിവസം എടുക്കും. ഒരു വിമനോ ആ 24 ദിവസം എടുക്കും. അതായത് ഒരു വർക്ക് ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ തീർക്കാൻ ഒരു വിമൻ ഒറ്റയ്ക്ക് 24 ദിവസം എടുക്കും, ഒരു മാൻ ഒറ്റയ്ക്ക് 10 ദിവസം എടുക്കും. ഇവർ 3 പേരും കൂടെ ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് 6 days കൊണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ എൻ്റെ വർക്ക് ഞാൻ 120 ആയിട്ട് എടുത്തു. കാരണം 6, 10, 24 ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 120 ആണ്. അപ്പം ഇവരുടെ എഫിഷ്യൻസി, ഇത് ടൈം, ഇത് എഫിഷ്യൻസി എത്ര, 20, 12, 5. എന്താ പറയാനേ, ദ ഡേയ്സ് ടേക്കൺ ബൈ ബോയ് ടു ഫിനിഷ് ദ വർക്ക്. അതായത് മെന്നിൻ്റെ വിമൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര, 12 + 5 17. ഈ ഗ്രൂപ്പിൽ മെൻ പ്ലസ് വിമൻ എത്ര, ഇത്രയും 17 ആണ്. മെൻ പ്ലസ് വിമൻ എഫിഷ്യൻസി 12 + 5 17. അപ്പോൾ റിമൈനിങ് ബീൻ്റെ എത്ര ആയിരിക്കും, 20 - 17. അപ്പം ബോയ്സ് എഫിഷ്യൻസി എന്ന് പറയുന്നത് മെന്നിൻ്റെ വിമൻ്റെയും ഇവരുടെ 3 പേരുടെ എഫിഷ്യൻസിന്ന് ആരുടെ, മെൻ പ്ലസ് വിമൻ്റെ എഫിഷ്യൻസി കുറയ്ക്കണം. അതായത് 3 units ആയിരിക്കും. അപ്പോൾ ടൈം ടേക്കൺ ബൈ ബോയ് എലോൺ ടു കംപ്ലീറ്റ് ദ ഹോൾ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ 3 എഫിഷ്യൻസി ഓഫ് ബോയ്, അതായത് 40 days എടുക്കും. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ ബി 40 days. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് ക്യാൻ കോപ്പി 80 pages in 20 hours. എക്സ് ആൻഡ് വൈ ടുഗദർ ക്യാൻ കോപ്പി 135 pages in 20 hours. ഓക്കെ, അപ്പോൾ എക്സ് 20 മണിക്കൂർ കൊണ്ട് എക്സ് ആണേ 80 പേജ് ടൈപ്പ് ചെയ്യും. അങ്ങനെയെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ, ഇതിൻ്റെ നേരെ /20 /20 4 പേജസ് കോപ്പി ചെയ്യും. ഇനിയും എക്സും വൈയും ഒരുപോലെ, എക്സ് പ്ലസ് വൈ രണ്ടുപേരും 27 മണിക്കൂർ കൊണ്ട് 135 പേജ് ടൈപ്പ് ചെയ്യും. അങ്ങനെയെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ, 135/27 5 പേജ് ടൈപ്പ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര ചെയ്യും, 5, അപ്പം 4. അതായത് 1 മണിക്കൂറിൽ ഒരു സ്പെസിഫൈഡ് ടൈമിൽ എത്ര പേജ് ചെയ്യാൻ പറ്റും, അതല്ല അയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ടൈമിൽ എത്ര വർക്ക് ചെയ്യാൻ പറ്റും, അത് ഒരു ഡേയിൽ എത്ര ചെയ്യാൻ പറ്റും, അല്ലെ 1 മണിക്കൂറിൽ എത്ര ചെയ്യാൻ പറ്റും, അതല്ലേ റെസ്പെക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മണിക്കൂറിൽ 4 പേജ്, എക്സിൻ്റെയും വൈൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 പേജ്. അതായത് രണ്ടുപേരും കൂടെ ചേരുമ്പോൾ 1 മണിക്കൂറിൽ 5 പേജ് ടൈപ്പ് ചെയ്യും. എക്സ് മാത്രം ഉണ്ടെങ്കിൽ 4 പേജ് ടൈപ്പ് ചെയ്യും. അപ്പം ഈ 5 പേജ്, 1 പേജ് അഡീഷണൽ 2 പേരും കൂടെ വരുമ്പോൾ വരുന്നില്ലേ, അത് ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും, വൈൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പം വൈൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 hourൽ 1 പേജ് ടൈപ്പ് ചെയ്യും. എങ്കിൽ 1 മണിക്കൂറിൽ 1 പേജ് ടൈപ്പ് ചെയ്യുമെങ്കിൽ 20 പേജ് ടൈപ്പ് ചെയ്യാൻ എത്ര മണിക്കൂർ വേണം, 20 hours വേണം.
അപ്പം സിമ്പിൾ ലോജിക്കാണ്, വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓപ്ഷൻ എ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A, B and C can complete a work in 10, 20 and 30 days respectively. They start work together and work for 4 days. After 4 days, A starts working with a double efficiency and C starts working with a half of his efficiency. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അവരുടെ ടൈം എന്ന് പറയുന്നത് 10, 20, 30. അപ്പം വർക്ക് എനിക്ക് എൻ്റെ LCM ആയിട്ട് എടുക്കാമല്ലോ, 60. ഇത് ടോട്ടൽ വർക്കിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ 2, 60/30 2, 60/20 3, 60/10 6. ഇത് ഇവരുടെ റെസ്പെക്റ്റീവ് എഫിഷ്യൻസി. കോസ് ടോട്ടൽ വർക്ക് ബൈ കറസ്പോണ്ടിങ് ഡേയ്സ്, ടൈം ചെയ്യാൻ നേരം നമുക്ക് എഫിഷ്യൻസിന്ന് കിട്ടും. ഇനി ഇവർ ഇത്രയും പേര് 4 ദിവസം വർക്ക് ചെയ്തു. 6, 3, 9, 2, 11. അപ്പോൾ 11 × 4, അതായത് എഫിഷ്യൻസി, കമ്പൈൻഡ് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് വർക്ക്ഡ് ടുഗദർ 4. അപ്പോൾ 4 ഇൻറ്റു കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? 6 + 3 + 2 9. അപ്പോൾ 11. 11 × 4 44 യൂണിറ്റ്സ് വർക്ക് ഇവർ ഒരുമിച്ച് ചെയ്തു. ഇനി റിമൈനിങ് എത്രയേ ഉള്ളൂ? 16 വർക്കേ ഇവർക്കുള്ളൂ. ഇനി എന്തോ ചെയ്തെന്നാണ് പറഞ്ഞേ? എന്റെ എഫിഷ്യൻസി ഡബിൾ ആക്കി, ബിന്റെ എഫിഷ്യൻസി ഹാഫ് ആക്കി. അപ്പോൾ 2ന്റെ ഹാഫ് 1, സിന്റെ ഇരട്ടി 12, എന്റെ ഇരട്ടി 6ന്റെ ഇരട്ടി 12. ഇനി എന്താ പറഞ്ഞ? ഓക്കെ, അപ്പം ഇയാളുടെ എഫിഷ്യൻസി 3 തന്നെ, ബിന്റെ എഫിഷ്യൻസിക്ക് വ്യത്യാസമല്ലേ. ഇനിയും ഇവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക് 16. അതായത് ഇവരിപ്പോൾ എത്ര ദിവസം വർക്ക് ചെയ്തു? ടോട്ടൽ ഡേയ്സ് ടൈം എന്ന് പറയുന്നത് 4, അതായത് 4 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം ഓരോരുത്തരുടെ എഫിഷ്യൻസി മാറ്റി. അപ്പോൾ 12 + 3 15 1 16. ഇനിയും റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളത് 16 ആണ്. അപ്പോൾ റിമൈനിങ് ടൈം എന്ന് പറയുന്നത്, അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 4 + ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്, അപ്പം TR. അപ്പോൾ 4 + റിമൈനിങ് ടൈം എന്ന് പറയുന്നത് റിമൈനിങ് വർക്ക് ബൈ ഈ റിമൈനിങ് വർക്ക് ചെയ്തത് ഇവർ 3 പേരും കൂടെ. അപ്പോൾ അവരുടെ 3 പേരുടെയും കൂടെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? 16. അതായത് 4 + 1 5 വിൽ ബി യുവർ ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. എ പീസ് ഓഫ് വർക്ക് വാസ് ഫിനിഷ്ഡ് ബൈ A, B and C together. A and B together finished 60% of the work and B and C together finished 70% of the work. അപ്പോൾ നോക്കിയേ, എയും ഉണ്ട് ബിയും ഉണ്ട്. A + B ചെയ്ത വർക്കേ ബൈ സി ചെയ്ത വർക്കേ എത്ര വരുന്നത്? അപ്പോൾ A + B ചെയ്തത് 100, മൊത്തത്തിൽ 100% ആണെങ്കിൽ അതിൻ്റെ 60%, അതായത് 60 യൂണിറ്റ് ആയിരിക്കും ആര്? സി ചെയ്തത്. അപ്പം എൻ്റെ റേഷ്യോ എന്ത് വരും? 10/6. ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയും ബിയും സിയും ഒരുമിച്ച് ചെയ്തത് വർക്ക് എ ബൈ എ മാത്രം ഒരുമിച്ച് ചെയ്ത വർക്ക്, അതിൻ്റെ റേഷ്യോ എങ്ങനെ വരും? ബിയും സിയും ഒരുമിച്ച് ചെയ്തത് 100% ആണെങ്കിൽ അതിൻ്റെ 70% ആരായിരിക്കും ചെയ്തേ? എ ആയിരിക്കും ചെയ്തേ, 70. അപ്പോൾ നോക്കൂ, എയും ബിയും ചെയ്ത സെയിം വർക്കാണോ ബിയും സിയും ചെയ്തതെന്നല്ല. കാരണം ഇവിടെ എയും ബിയും ചെയ്ത വർക്ക് 100x യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ 60%, 60x ആയിരിക്കും സി ചെയ്തത്. അപ്പോൾ ഈ എക്സും എക്സും കട്ടായി പോവും. ബിയും സിയും ഒരുമിച്ച് ചെയ്തത് 100y ആണെങ്കിൽ ഈ എക്സും വൈയും രണ്ട് വേരിയബിൾ. അപ്പം ബിയും സിയും ചെയ്യുന്ന വർക്ക് തന്നെ അല്ല എയും ബിയും ചെയ്യുന്നത്. അപ്പം 100y യൂണിറ്റ് ആണ് ബിയും സിയും ഒരുമിച്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 70%ആണ് എ ചെയ്യുന്നത്. അപ്പോൾ 70y. 100ൻ്റെ 70% എത്ര? 70y. വൈയും വൈയും കട്ടായിപ്പോയി. അപ്പം വേരിയബിൾ കട്ടായിപ്പോയി. അതുകൊണ്ടാണ് രണ്ടും 100 ഞാൻ എടുത്തത്. അപ്പോൾ ഇത് എത്ര വരും? 10/7. 3 കൂടെ ആഡ് ചെയ്യുന്നതിന് 16. അപ്പോൾ ഇത് എത്ര വരും? 5/3. ഇത് 10/7. അപ്പോൾ ടോട്ടൽ വർക്ക് 17. 70% ഓഫ് ദ B and C together finish 70% of the work. Who among the three is most efficient? Sorry, A + B + C. ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ടോട്ടൽ വർക്കിൻ്റെ, അതായത് ടോട്ടൽ വർക്ക് എത്രയാണോ എയും ബിയും കൂടെ സിയും കൂടെ ചെയ്യുന്ന ടോട്ടൽ വർക്ക്, അതിൻ്റെ ഇപ്പോൾ ടോട്ടൽ വർക്ക് ഇപ്പം 100 എടുക്കുവാണെങ്കിൽ അതിൻ്റെ 60% എയും A + B. A + B എത്ര ചെയ്തു? 60 യൂണിറ്റ് ചെയ്തു. ടോട്ടൽ വർക്ക് 100 ആണേ. ഇനിയും 60
ഫിനിഷ്ഡ് 70%. അപ്പോൾ ബിയും സിയും എത്ര കംപ്ലീറ്റ് ചെയ്തു? ടോട്ടൽ വർക്കിൻ്റെ 70% കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഹൂ എമംഗ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. 10/6 c/1 പ്ലസ് സി ബൈ എ പ്ലസ് ബി എത്ര വരും? 5/3. -1 അപ്പുറത്തോട്ട് പോകുമ്പോൾ 2/3 എന്ന് വരും അല്ലേ? അതായത് സി ബൈ എ പ്ലസ് ബി ഇവരുടെ എഫിഷ്യൻസി 2/3 എന്ന് വരും. അടുത്ത തന്നെ എ പ്ലസ് ബി പ്ലസ് സി, ഇവർ 3 പേരാണ് ടോട്ടൽ വർക്ക് ചെയ്യുന്നത്. ടോട്ടൽ വർക്ക് ചെയ്യുന്നത് 100 ആണെങ്കിൽ ഇതേ ബൈ ബി പ്ലസ് സി എത്ര? ഇവർ 3 പേരും ചെയ്യുന്നതിൻ്റെ എത്ര ശതമാനം ചെയ്യും? 70% ചെയ്യും. അതായത് 10/7. ഇതിൽ നിന്ന് ബി പ്ലസ് സി മാത്രമായിട്ട് ഞാനിങ്ങ് എടുക്കുവാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാതെ എങ്ങനെ പറ്റും? എ പ്ലസ് ബി പ്ലസ് സി ബൈ ബി പ്ലസ് സി ബൈ ബി പ്ലസ് സി. ഡിനോമിനേറ്റർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 1 വരത്തില്ലേ? 1. അപ്പം 10/7 മൈനസ് 1 എത്ര വരും? 3/7. അതായത് എ ബൈ ബി പ്ലസ് സി എന്ന് പറയുന്നത് 3/7. അപ്പം നോക്കിയേ, 3 പേരുടെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? 3 + 10 3/7 ആണ്. 3/7 3 + 7 10 ആണ്. അപ്പോൾ ഇവിടെ 3 പേരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി 10 തന്നെ പറയുന്നത്. ഇവിടെ എത്രയേ ഉള്ളൂ? 2 + 3 5 ഉള്ളൂ. അതായത് 2നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4/6. വ്യത്യാസമില്ലല്ലോ. 4/6 എന്ന് പറയുന്നത് 2/3. ഇനി 2 പേരുടെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര വരും? 4 + 6 10 തന്നെ വരത്തില്ലേ? അതായത് സിന് കറസ്പോണ്ട് കിടക്കുന്ന എത്ര? 4. അപ്പോൾ സിൻ്റെ എഫിഷ്യൻസി ഓഫ് സി എന്ന് പറയുന്നത് 4. എഫിഷ്യൻസി ഓഫ് എൻ്റെ നേരെ കിടക്കുന്ന എത്ര? 3. ആൻഡ് എഫിഷ്യൻസി ഓഫ് ബിൻ്റെയും സിൻ്റെയും കൂടെ 7 ആണ്. സിക്ക് ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ ബിക്ക് എത്ര വരുന്നത്? 3. അപ്പോൾ ഔട്ട് ഓഫ് ദ 3 മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് സി ആണ്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ എയും ബിയും സിൻ്റെ ഇത്ര ശതമാനം ചെയ്തു എന്ന് ബൈ മിസ്റ്റേക്ക് വായിച്ചതാണ്. ആക്ച്വലി ഫുൾ വർക്ക് ചെയ്യുന്നത് എയും ബിയും സിയും ഒരുമിച്ചാണ്. അപ്പോൾ അവർ അത്രയും എടുക്കുന്നത് എത്രയാണോ? ആദ്യത്തെ കേസ് നോക്കുവാണെങ്കിൽ എയും ബിയും സിയും ആണ് ഒരുമിച്ച് മൊത്തം വർക്ക് ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് 100 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ 60%, അതായത് 60 യൂണിറ്റ് ആര് ചെയ്യും? എയും ബിയും ഒരുമിച്ച് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ റേഷ്യോ കണ്ട് c/a+b കണ്ടു. ആ സെയിം രീതിയിൽ ഇവിടെ a/b+cയും കണ്ടു. അതായത് a/b+c എന്ന് വെച്ചാൽ എഫിഷ്യൻസി ഓഫ് എ ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി ഓഫ് ബി ആൻഡ് സി. അവിടെ എഫിഷ്യൻസി ഓഫ് സി ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി ഓഫ് എ ആൻഡ് ബി. അതാണ് a+b കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഈക്വലൈസ് ടാലി ചെയ്തു. 3 പേരുടെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി 2 കേസിലും സെയിം ആവണ്ടേ? അതാക്കാനായിട്ടാണ് അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ക്ലിയർ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഇതിൽ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ കുറച്ച് സ്പീഡായിട്ടായിരിക്കും ഇനി പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഹോംവർക്കിന് തൊട്ടുമുമ്പുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നാൽ അതിനി വരാതിരിക്കാൻ ശ്രമിക്കാം. അതിന് മുമ്പുള്ളതൊക്കെ എല്ലാവർക്കും സ്മൂത്തായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ബേസിക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ സീരീസ് മസ്റ്റായിട്ടും കണ്ടിന്യൂ ചെയ്തു പോകാൻ ഞാൻ ക്വസ്റ്റ്യൻസ് ഹാൻഡ് പിക്ക് ചെയ്തതാണ്. ആ ബാങ്കിനും SSCക്കും റെയിൽവേക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്നത്. കാരണം ഇത് അരിത്തമെറ്റിക് ടോപ്പിക്സ് ആണുള്ളത്. അപ്പോൾ അതിന് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2 കേസ് ചെയ്യുന്നു. ബാങ്കിനാണ് മെമ്മറി ബേസ്ഡ് പേപ്പർ. അപ്പോൾ അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൺസെപ്റ്റ് ഉറയ്ക്കണം. കാരണം ബാങ്കിൻ്റെ മെയിൻസിനൊക്കെയാണ് സമയം ഇഷ്ടം പോലെ കിട്ടും. കൺസെപ്റ്റ് ഉറച്ചില്ലെങ്കിൽ അരിത്തമെറ്റിക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. SSCക്ക് ആണെങ്കിൽ മെയിൻസിൽ ടൈമുണ്ട്, പക്ഷേ ഷോർട്ട് കട്ട് പറയണം. പക്ഷേ സമയം കിട്ടുന്ന കേസ് വരും. പ്രിലിംസിനാണ് നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് കഴിയുകയാണെങ്കിൽ, കാരണം GKയും കോമ്പോസിറ്റ് ടൈമാണ്, GKയും ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തീർത്താൽ നിങ്ങൾക്ക് റിമൈനിങ് ടൈം കാണും. അപ്പോൾ അതിൽ സമയമുണ്ട്, പക്ഷേ കൺസെപ്റ്റ് അറിയത്തില്ല. ഷോർട്ട് കട്ട് എല്ലാത്തിനും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. എങ്കിലും അത്യാവശ്യം ഷോർട്ട് കട്ടും
അതിനോടൊപ്പം കൺസെപ്റ്റ് കുറയ്ക്കുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രാക്ടീസ് സീരീസിൽ ഒൺലി പ്രാക്ടീസ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേസ് ഉള്ളവർ മാത്രമേ വീഡിയോ കാണാവുള്ളൂ. ഒരു ഫ്ലോയ്ക്ക് നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ എല്ലാത്തിൻ്റെ ഒന്ന് റിവിഷൻ പുതുക്കാൻ വേണ്ടിയായിരിക്കും, അതിന് ശേഷമുള്ളതായിരിക്കും പ്രാക്ടീസ് സെഷൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ടൈം ആൻഡ് വർക്ക് 3 ആയിട്ട് കാണാം. അതുവരേക്കും